ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഇഫ്താറായിട്ട് സമൂസ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിക്കനും ബീഫും മുട്ടയും ഉള്ള ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് മടുത്തോ? എന്നാൽ നമുക്കൊരു വെറൈറ്റി ഫിഷ് സമൂസ ഉണ്ടാക്കാം. അപ്പോൾ ശരി, എങ്ങനെ ഇത് തയ്യാറാക്കുന്ന കണ്ടു നോക്കാം. ആദ്യം നമ്മുടെ ഈ ഫിഷ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ ക്യാരറ്റും കുറച്ച് തക്കാളി ഇട്ടോ. ഒരു തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളിയും ക്യാരറ്റും തക്കാളിയും കൂടി നമുക്ക് മുഴുവനായി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, അതുപോലെ നമ്മുടെ പച്ചമുളക് ചതച്ചതോ അല്ലെങ്കിൽ കട്ട് ചെയ്തതോ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതലിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കാം. ശേഷം നമുക്കിതാ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, അതുപോലെ 1/2 സ്പൂണോളം മുളക് പൊടിയും, പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 സ്പൂണോളം ഇട്ടോ, 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ശേഷം വലിയ ജീരകത്തിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ നമുക്കിതാ വലിയ ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണിത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് സമൂസയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മുള്ള് കുറവുള്ള മീനൊക്കെ എടുത്തിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. നമുക്കൊരു സ്മൂത്തായിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ചെടുക്കാം. ഇനി അതിൽ ചെറിയ മുള്ളൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ചെടുത്തിട്ട് നമ്മുടെ ഈ മസാലയിലോട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഫിഷും എടുക്കാം, പക്ഷേ നമ്മൾ ചെറിയ മീനൊന്നും അധികം എടുക്കരുത് കേട്ടോ. നമ്മൾ മുള്ള് കുറവുള്ള മീൻ തന്നെ എടുക്കണം, എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാറുന്നത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പശ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് നമ്മൾ സമൂസയുടെ ഓലയൊക്കെ ചുറ്റുമ്പോൾ നമ്മൾ പശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ കുറച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇനി സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സമൂസ നടുവിൽ സെൻറ്ററിൽ നമ്മൾ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സമൂസ നമുക്ക് രണ്ടായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് 2 സ്നാക്സ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് സമൂസയൊക്കെ ചിറ്റാനൊക്കെ അറിയാത്തവരും പിന്നെ ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ റെഡി ആകൂല, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സ്നാക്സ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മളെ മൈദ പേസ്റ്റ് നമ്മളെ എല്ലാ സൈഡിലും കൂടി ചെറുതായിട്ടൊന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ട കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒട്ടിച്ചെടുക്കാം. ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു ചെറിയൊരു മുട്ടായി രൂപത്തിലായിരിക്കും കേട്ടോ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലെ കുട്ടീസിനൊക്കെ പിന്നെ എപ്പോഴും സമൂസ മടുപ്പുള്ളവർക്കും, അപ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളെ കുട്ടീസിനൊക്കെ ഒരുപാടേറെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ നല്ല ചൂടായ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിം ആക്കാം. ഇനി ഒരു ബ്രൗൺ കളറായിരിക്കുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഏത് ഓയിലും ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ എണ്ണ പിടിക്കൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് പോലെ ആയിട്ടാണ് കേട്ടോ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിംഗ് ഒക്കെ ആയ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഐറ്റമാണ്. നല്ല സൂപ്പർ സ്നാക്സ് ആണ് കേട്ടോ ഇത്. ഇനി ഇഫ്താർ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ.
ഇൻഷാ അല്ലാ അപ്പോൾ അടിപൊളി ഒരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.